നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ 1 ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ധനം വന്നു ചേരാൻ യോഗമുള്ള ചില നക്ഷത്രങ്ങളെ കുറിച്ചാണ്. ചൊവ്വയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു കാര്യമുണ്ട്, ചൊവ്വാദോഷം. നമ്മൾ ചൊവ്വ ഒരു വലിയ കുഴപ്പക്കാരനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചൊവ്വ എല്ലായ്പ്പോഴും കുഴപ്പക്കാരനല്ല. ചൊവ്വ ഒരു പാപഗ്രഹമാണ്. പക്ഷെ ഈ ചൊവ്വയും നല്ല ഫലങ്ങൾ തരും. അതായത് ജ്യോതിഷം പറയുന്നത് ഈ പാപഗ്രഹങ്ങൾ 3, 6, 11 എന്നീ ഭാഗങ്ങളിൽ കൂടി നിൽക്കുന്നത് ഗുണകരമാണെന്നാണ്. ഇത് ഈ 3, 6, 11 രാശികളാണല്ലോ ഉപജയ രാശികൾ എന്ന് പറയും, ഉപജയ സ്ഥാനങ്ങൾ എന്ന് പറയുന്നു. അതായത് ഈ ഉപജയ സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ പുരോഗതി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ധനം ഉണ്ടാകുന്ന രാശികൾ. ഈ രീതിയിൽ നമുക്ക് ഈ ഉപജയം എന്ന് വെച്ചാൽ മേന്മ, നമുക്കൊരു പുരോഗതി, ഇതുണ്ടാകുന്ന രാശിയാണ് ഉപജയ രാശികൾ എന്ന് പറയുന്നത്. അപ്പൊ 3, 6, 11 രാശികളിലാണ് നമ്മൾ ഉപജയസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജൂൺ 1 ചൊവ്വയുടെ രാശിമാറ്റം മേടം രാശിയിലേക്കാണ്. ഇത് ചൊവ്വയുടെ സ്വന്തം രാശിയാണ്. സ്വന്തം രാശി എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെയാണ്. സ്വന്തം രാശിയിലെ ചൊവ്വ ഏറ്റവും ബലവാനാണ്, വളരെ ബലവാനാണ്. അതുകൊണ്ടാണ് സ്വന്തം രാശി എന്ന് പറയുന്നത്. അപ്പൊ ഈ ചൊവ്വ തീർച്ചയായിട്ടും സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ, വളരെ ബലവാനായിട്ട് നിൽക്കുമ്പോൾ വളരെയധികം ഗുണഫലങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യും. ഇനി ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ട് ഗുണം കിട്ടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാന്ന് നമുക്ക് ചിന്തിക്കാം. ആദ്യമേ നമുക്ക് മിഥുനം രാശി എടുക്കാം. അപ്പൊ ഈ മിഥുനക്കൂർ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന മകീരര, തിരുവാതിര, പുണർദ്, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. അപ്പൊ ഈ രാശിയുടെ ഉപജയരാശിയായ 11 കൂടിയാണ് ഈ ജൂൺ 1 മുതൽ ചൊവ്വ സഞ്ചരിക്കുക. ഇത് 11 എന്ന് പറയുന്ന അഭീഷ്ട സ്ഥാനമാണ്. ഇത് ഈ രാശിക്കാർക്ക് മാത്രമല്ല ഉപജയസ്ഥാനമാണ്. ഇത് ഈ രാശിക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാലഘട്ടമാണ്. അതായത് ഇവരെന്ത് തൊഴിൽ ചെയ്താലും ഈ തൊഴിൽ ധാരാളം ധനം ലഭിക്കും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് പൈസ കിട്ടും. ചിലപ്പോ ഭാര്യയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്നൊക്കെ ഷെയറൊക്കെ വിറ്റ് ധാരാളം പണം കിട്ടും. ലോട്ടറി കിട്ടും. ഇങ്ങനെ എല്ലാ രീതിയിലും വളരെ ശ്രേഷ്ഠമാണ് ഇവർക്ക് ഈ ചൊവ്വയുടെ രാശിമാറ്റം. അടുത്ത നമുക്ക് ചർച്ച ചെയ്യാം വൃശ്ചികക്കൂർ നക്ഷത്രങ്ങള്. അതായത് വൃശ്ചികക്കൂർ നക്ഷത്രങ്ങൾ ഏകദേശം വിശാഖം, കാല, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. അപ്പൊ ഇവരുടെ ഉപജയസ്ഥാനമായ 6 കൂടിയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് ഈ ജൂൺ 1 വരുമ്പോൾ. അപ്പൊ ഈ നമ്മൾ ആദ്യമേ പറഞ്ഞ ചൊവ്വ 6 കൂടി സഞ്ചരിക്കുന്നു. അത് ഉപജയസ്ഥാനമാണ്. ചൊവ്വ വളരെ ബലവാനാണ്. മാത്രമല്ല ഈ രാശിയുടെ 11 ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ വ്യാഴവും ദൃഷ്ടി ചെയ്യുന്നു. അപ്പൊ ഇത് ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാലഘട്ടമാണ്. അതായത് ഇവർക്ക് ധനം കുമിഞ്ഞുകൂടും. അത് തൊഴിലിന് ധനം വരും, അപ്രതീക്ഷിത ധനം വരും. മേൽപ്പറഞ്ഞ പോലെ അപ്രതീക്ഷിത ധനം, ലോട്ടറി ഭാഗ്യം, ചിട്ടി നറുക്കെടുത്ത് കിട്ടും. വലിയ വലിയ ചിട്ടികളെ ചേർന്നുണ്ടെങ്കിൽ അത് നറുക്കെടുത്ത് കിട്ടാനുള്ള ഏറ്റവും അനുയോജ്യ കാലഘട്ടമാണ്. അങ്ങനെ ലോട്ടറി കിട്ടും. ഇങ്ങനെ എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായ കാലഘട്ടമാണ്. അടുത്തത് നമുക്ക് ചിന്തിക്കാം, അടുത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്. കുംഭക്കൂറാണത്. കുംഭക്കൂർ നക്ഷത്രങ്ങളായ അവിട്ടമര, ചതയം, പൂരുറ്റാതി, മുക്കാല് എന്നീ നക്ഷത്രങ്ങൾക്കാണ്. ഇപ്പൊ ഈ രാശിയുടെ 3 കൂടിയാണ്, അതായത് വേറൊരു ഉപജയസ്ഥാനമാണ് 3, ഇതിൽ കൂടിയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. മാത്രമല്ല ഈ രാശിയുടെ അഭീഷ്ടസ്ഥാനമായ 11 ശുഭന്മാരായ ശുക്രന്റെയും ബുധന്റെയും ദൃഷ്ടിയുണ്ട്. 2 ശുഭന്മാരാണ് അഭീഷ്ടസ്ഥാനത്ത്. നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും നടക്കുന്ന സ്ഥാനമാണ് അഭീഷ്ടസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൽ കൂടി ദൃഷ്ടി വരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് നല്ല ധനസ്ഥിതി കൈവരും. നല്ല ധനസ്ഥിതി വരും. ആദ്യം ഇതിനു മുമ്പ് പറഞ്ഞ 6 നക്ഷത്രങ്ങളെ പോലെ തന്നെ ഇവർക്കും ചെയ്യുന്ന തൊഴിൽ ധനം, ബിസിനസ്സിൽ ധനം,
കിട്ടാത്ത പൈസകൾ കിട്ടും, ലോട്ടറി കിട്ടാം, അതുപോലെ തന്നെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ധനം കിട്ടാം, ചിട്ടി നറുക്കെടുത്തിട്ട്, ഇങ്ങനെ നിരവധി മേഖലകളിൽ നിന്ന് ഇവർക്ക് ധനം വന്നു തരാനുള്ള ഒരു യോഗമുണ്ട്. അങ്ങനെ ഈ 9 നക്ഷത്രക്കാർക്ക് ഇത് വളരെ നല്ല കാലഘട്ടമാണ്. പക്ഷെ വേറെ കാര്യം പറയാം, ഇത് ജൂൺ 1 മുതൽ ജൂലൈ 12 വരെ മാത്രമേ ഈ നല്ല കാലഘട്ടമുള്ളൂ. അതുകൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമസ്കാരം.